ഇവിടെ മോഡി തരംഗമൊന്നുമില്ല, ഒരു തരംഗവുമില്ല. ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരായ വികാരം മാത്രമേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, ഓരോ സംസ്ഥാനത്തെയും പരിശോധിച്ച് നോക്കിയാൽ അവിടെ എല്ലാം ശക്തമായ മുന്നണികളാണ്. കേരളം ഒഴിച്ച് എല്ലായിടത്തും CPM-ൻ്റെ കൊടി ഞങ്ങളുടെ കൊടിയുടെ കൂടെ കെട്ടിയാണ് അവർ മത്സരിക്കുന്നത്. എന്നിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടം വെച്ച് വോട്ട് പിടിക്കുക. എന്നിട്ടാണ് രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ സിറ്റിംഗ് MP അല്ലേ? ആ സിറ്റിംഗ് MP കഴിഞ്ഞാണ് മുന്നണിയില്ല. സിറ്റിംഗ് MP ആയി നിൽക്കുമ്പം ചെയ്യേണ്ടത് എന്താ? ഇന്ത്യ മുന്നണിയുടെ മുഖമായി രാഹുൽ ഗാന്ധിക്കെതിരെ ഇടതുപക്ഷ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടില്ലായിരുന്നു. അവർ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കായിരുന്നു വേണ്ടത്. അല്ല, അദ്ദേഹം സിറ്റിംഗ് MP ആയിട്ടിരിക്കുകയല്ലേ. അദ്ദേഹം 4.5 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം വാങ്ങി സിറ്റിംഗ് MP ആയി ഇരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഇന്ത്യ മുന്നണി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥി നിർത്തുന്നതല്ലേ തെറ്റ്? തീർച്ചയായിട്ടും അത് രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നതുകൊണ്ട് ഇനി സമയമുണ്ട്. വെയിറ്റ്. അല്ല, ഇവിടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ മുഖമാണ്. അദ്ദേഹം സിറ്റിംഗ് MP ആണ്. ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചാൽ ജയിക്കത്തുമില്ലെന്നറിയാം. എന്തിന് MI ഷാനവാസ് 2 തവണ വന്നപ്പോൾ അദ്ദേഹം 2.5 ലക്ഷം 3 ലക്ഷം വോട്ട് ജയിച്ച സ്ഥലമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനുള്ള രാഷ്ട്രീയമായ മര്യാദ ഇടതുപക്ഷം കാണിക്കണമായിരുന്നു. അല്ല, NIA എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള തീവ്രവാദ കേസുകൾ, ബോംബുകൾ, അതൊക്കെ പരിശോധിക്കേണ്ട ഒരു ഏജൻസിയാണ്. NIA-യുടെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ NIA കുറെ കൂടി ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. ED-യുടെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അല്ലല്ല. NIA എന്ന് പറയുന്നത്, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കൂടി ഒരാളാണ്. അപ്പോൾ തീവ്രവാദ കേസുകളിൽ അന്വേഷണം എത്രമാത്രം ഫലപ്രദമായി അവർ ചെയ്യുന്നുവെന്ന് ബോധ്യപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെന്തിനാ ഈ BJPക്ക് ആളിനെ റിക്രൂട്ട് ചെയ്യുന്ന ജോലിയുണ്ടോ CPM-ന്? ആ KPCC പ്രസിഡന്റ് ഒരിക്കലും കോൺഗ്രസ് വിട്ടെങ്ങും പോയില്ല. അദ്ദേഹം ഒരു ഉറച്ച കോൺഗ്രസ് നേതാവാണ്. അതിനൊന്നും ഒരു തർക്കവുമില്ല. താങ്ക് യു.